എസ് സജയകുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ. അടുത്ത ഓണത്തിന് തനിക്ക് പാരമ്പര്യമായി കിട്ടിയ പഴയ തുന്നൽ മെഷീൻ മാറ്റി പുതിയത് വാങ്ങുന്നത് സ്വപ്നം കാണുന്ന ആളാണ് ദേവൻ. ഇപ്പോഴും തനി നാട്ടിൻപുറമെന്ന് പറയാവുന്ന ഞങ്ങളുടെ നാട്ടിലെ അപൂർവം ചില തുന്നൽക്കാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായ ദേവന് നല്ല ജോലി തിരക്കാണിഷ്ടം. പക്ഷേ അയാൾക്ക് തൻ്റെ പഴയ തയ്യൽ മെഷീൻ രാപ്പകൽ പ്രവർത്തിപ്പിക്കാനാവുക ഓണക്കാലത്ത് മാത്രമാണ്. അതല്ലാതെ തിരക്കിട്ട് ജോലി ചെയ്യാനാവുക ചില തുണിക്കച്ചവടക്കാരിൽ നിന്ന് വല്ലപ്പോഴും തലയണ ഉറകളുടെ ബൾക്ക് ഓർഡർ കിട്ടുമ്പോഴാണ്. പിന്നെ വളരെ അപൂർവമായി വീണുകിട്ടുന്ന സ്കൂൾ യൂണിഫോം തുന്നൽ. പണി ഒന്നുമില്ലാത്ത ഇടവേളകൾ തുറച്ചു നോക്കുമ്പോൾ ദേവൻ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും തലയിടും. ആരെയും കയറി ഉപദേശിക്കും. അതിന് കഴിയാത്തപ്പോൾ യൂട്യൂബിൽ തൻ്റെ സ്ഥിരം പാട്ടുകൾ കേട്ടിരിക്കും. മേരാ ഏക് സപ്ന ഹേ എന്ന തൻ്റെ പ്രിയ ഗാനം കടന്നു വരുമ്പോൾ ദേവൻ എന്തിനെന്നില്ലാതെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് കാണാം. ഓണമടുത്താൽ ദേവന്റെ പഴയ തയ്യൽ മെഷീൻ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങും. എന്നാൽ ആ വിളവെടുപ്പിനൊടുവിൽ ദേവന് പതിവ് പോലെ സ്വയം സമാധാനിപ്പിക്കേണ്ടി വരും. പോട്ടെ, ഇത്തവണ കഴിഞ്ഞില്ല, അടുത്ത ഓണത്തിനാവട്ടെ. ചിലപ്പോൾ ആരോടെന്നില്ലാതെ ദേവൻ പറയും. അന്നാവുമ്പോൾ കുറെ കൂടി ലേറ്റസ്റ്റ് മെഷീൻ കിട്ടുകയും ചെയ്യും. അങ്ങനെ പറയുമ്പോൾ ദേവൻ തൻ്റെ തല ചരിച്ച് പുറത്തേക്ക് നോക്കുന്നത് കാണാം. പിന്നെ പണ്ടേ അച്ഛൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന മെഷീൻ ആയതുകൊണ്ട് കൂടിയാ, അല്ലെങ്കിൽ എന്നെ ഞാനിത് വിറ്റിട്ടുണ്ടാവും. കേട്ടിരുന്ന ഞങ്ങളോടായി ദേവൻ പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുമ്പോൾ ഒരു ചിരി അനിവാര്യമാണ്. ഞങ്ങൾ ചിരിക്കും, ദേവനും. അടുത്ത ഓണത്തിന് കണ്ടോ, ഞാൻ എടുത്ത സിനിമയും കാണും. ഓണപ്പടങ്ങളുടെ കൂട്ടത്തിൽ സിനിമാ സംവിധായകനാവാൻ ഏറെ നാളായി സ്വപ്നം കാണുന്ന രഘുരാജ് ആവേശത്തോടെ അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ചില ടെലിവിഷൻ സീരിയലുകളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ച ശേഷം രഘുരാജ് തൻ്റെ നിലപാടിൽ ചെറിയ മാറ്റം വരുത്തി. നോക്കട്ടെ, അടുത്ത ഓണത്തിന് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾ ചിരിക്കും. രഘുരാജ് ഗൗരവം വിടാതെ നിൽക്കും. ഒടുവിൽ കാണുമ്പോൾ രഘുരാജ് താടി മുടി നീട്ടി വളർത്തിയിരിക്കുന്നു, ഏതോ പ്രശസ്ത സംവിധായകനെ പോലെ. എന്തുപറ്റി നിന്റെ ആ ഓണപ്പടത്തിന്? ഞങ്ങൾ ഇടയ്ക്ക് ചോദിക്കും. രഘുരാജ് വിഷയം മാറ്റാൻ നോക്കും. ഞങ്ങൾ ചോദ്യം ആവർത്തിക്കും. രഘുരാജിൻ്റെ മുഖം ചുവക്കും. കണ്ണുകളിലെ നിസ്സഹായത മറയ്ക്കാനായി രഘുരാജ് നോട്ടം പിൻവലിക്കും. അപ്പോൾ ഒരു ചിരി അനിവാര്യമാണോ? അറിയില്ല, പക്ഷെ ഞങ്ങൾ ചിരിക്കും. അത് കണ്ടില്ലെന്ന് നടിച്ച് രഘുരാജ് നടക്കാൻ തുടങ്ങും. നടന്നകലുന്ന രഘുരാജിനെ നോക്കിയിരിക്കുമ്പോൾ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് സാമിന് ഓർമ്മ വരും. ഞങ്ങൾ ക്യാമ്പസ് ഗാന്ധി എന്ന് വിളിച്ചിരുന്ന സാം വർഗീസ്. സാം ഒരുപാട് വായിച്ചിരുന്നു, ഒരുപാട് സംസാരിച്ചിരുന്നു. അപരിചിതരായി അനാഥ രോഗികൾക്കായി രക്തദാനം നടത്തിയിരുന്നു. സാമിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് കേട്ടത് ഏതോ ഓണക്കാലത്താണ്. ഓണത്തിൻ്റെ ജനകീയതയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ച വേലായുധേട്ടൻ ദൈവത്തിനു പകരം കാൾ മാക്സിനെ പൂജിച്ച ആളാണ്. ഓണം പകരുന്ന പോസിറ്റീവ് എനർജിയെക്കുറിച്ച് ലേഖനമെഴുതുക വേലായുധേട്ടൻ്റെ പതിവായിരുന്നു. വേലായുധേട്ടൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നേത്രബാങ്കിനും ശരീരം മെഡിക്കൽ കോളേജിനും നൽകി. ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ പോലും വേലായുധേട്ടൻ ഓണവുമായി ബന്ധപ്പെടുത്തിയിരുന്നു. ഈ ഓണമൊന്ന് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ അടുത്ത ഓണമൊന്ന് വന്നോട്ടെ. വേലായുധേട്ടൻ്റെ അത്തരം ഒഴിഞ്ഞുമാറ്റങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഞങ്ങൾ ചിരിച്ചു, വേലായുധേട്ടനും. മരണശേഷം വീട്ടുകാർക്ക് ഒരു ഭാരമാകരുതെന്ന് കരുതിയാണ് സ്വന്തം ശരീരം അദ്ദേഹം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് ചില ആളുകൾ പറഞ്ഞു നടന്നു. ക്ഷമിക്ക്, ഓണമൊന്നിങ്ങ് വന്നോട്ടെ. വേലായുധേട്ടൻ്റെ ശബ്ദം ഇപ്പോഴും ഓർമ്മയിൽ മുഴങ്ങുന്നു. പോട്ടെ, ഓണം ഇനി വരുമല്ലോ. ക്ഷമയോടെ കാത്തിരിക്കെ, എല്ലാം ശരിയാവും. എല്ലാ ദിവസവും നന്നായി ഉറങ്ങാൻ കഴിയുന്നതുകൊണ്ടാവാം തനിക്ക് സ്വപ്നങ്ങൾ ഓർത്തെടുക്കാനാവാത്തതെന്നും പകലുകളിൽ നല്ല ജോലി തിരക്കായതുകൊണ്ട് പകൽ കിനാവുകളും തനിക്ക് അന്യമാകുന്നുണ്ടെന്നും വിശ്വസിക്കുന്ന ഡോക്ടർ ശ്രീപതിയുടെ കാര്യം മറ്റൊന്നാണ്. അപൂർവമായി കിട്ടുന്ന ഇടവേളകൾ ഏജന്റുമാർ അപഹരിക്കുന്നുവെന്നാണ് ഡോക്ടറുടെ പരാതി. മരുന്ന് കമ്പനികളുടെ, ലാബുകളുടെ ഏജന്റുമാർ, ഓഹരി ഇൻഷുറൻസ് ബാങ്ക് ഏജന്റുമാർ. എങ്കിലും എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് തൻ്റെ തീറ്റയും കൂടിയും ആഘോഷമാക്കാൻ ഡോക്ടർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. കൂടാതെ സൈബർ വിനോദങ്ങളിലേക്ക് ആവോളം കൂപ്പുകുത്താനും ഡോക്ടർ സമയം കണ്ടെത്തുന്നു. എല്ലാ ദിവസവും ഡോക്ടർ തൻ്റെ ലാപ്ടോപ്പ് അടച്ചു വയ്ക്കുമ്പോൾ പാതിരാത്രി കഴിയും. ഇതൊക്കെയാണെങ്കിലും കോളേജ് അധ്യാപികയായ ഭാര്യയ്ക്ക് പരാതി പറയാനുള്ള ഒരവസരം പോലും ഡോക്ടർ ശ്രീപതി ഉണ്ടാക്കാറില്ല. 2 മക്കൾ. മകൾ മെഡിക്കൽ കോളേജിൽ, മകൻ എഞ്ചിനീയറിംഗ് കോളേജിൽ. ആകെ കൂടെ നോക്കിയാൽ മികച്ച ജീവിതം തന്നെയാണ് ഡോക്ടർ ശ്രീപതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ എന്തോ ഒന്ന് ഇടയ്ക്ക് തനിക്ക് നഷ്ടപ്പെടുന്നത് പോലെ ശ്രീപതിക്ക് അനുഭവപ്പെടും.
അപ്പോഴയാൾ എന്തെന്നില്ലാതെ സ്വയം ഓർമ്മപ്പെടുത്തും, വരുന്ന ഓണത്തിനാവട്ടെ നാട്ടിലേക്കൊന്ന് പോണം. ഡോക്ടർ ശ്രീപതിയെപ്പോലെ തന്നെ നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന ഭാര്യ ആശാലതയും ജീവിതം നന്നായി ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ്. കോളേജ് അധ്യാപികയുടെ റോൾ, വീട്, ശ്രീപതി, മക്കൾ ഒന്നും ഒരു ബാധ്യതയായി അവർക്ക് തോന്നാറില്ല. പക്ഷേ കോളേജിലേക്കുള്ള പതിവ് യാത്രയ്ക്കിടയിലോ മറ്റോ തനിക്ക് എന്തോ നഷ്ടപ്പെടുന്നത് പോലെ അവർക്ക് തോന്നും. അപ്പോഴവർ വളരെ സ്വകാര്യമായി സ്വയം ആശ്വസിപ്പിക്കും, ഈ ഓണത്തിനെങ്കിലും നാട്ടിലേക്കൊന്ന് പോകണം, ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണണം. അപൂർവമായി ഡോക്ടർ ശ്രീപതി തൻ്റെ ചിന്ത ഭാര്യയോട് പങ്കിടും. നമുക്ക് ഇത്തവണ നാട്ടിലേക്കൊന്ന് പോകണം. ആശാലത ഇടയ്ക്ക് കയറും. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. എന്തായാലും ഇത്തവണ നമുക്ക് പോകണം. എത്ര നാളായി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. വാസ്തവത്തിൽ അവർ നാട്ടിലേക്ക് പോയിട്ട് ഒരുപാട് വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. എങ്കിലും ഇടയ്ക്ക് അവർക്ക് പറയേണ്ടി വരുന്നു, ഇത്തവണ കഴിഞ്ഞില്ല, പോട്ടെ, അടുത്ത വർഷം പോണം, ഉറപ്പായി. ബാങ്കിലെ ജോലി വലിച്ചെറിഞ്ഞ് കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞ പ്രകാശന് സാധാരണ സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഓണക്കാല വിളവെടുപ്പോടെ കടങ്ങളൊക്കെ നികത്താനാവുമെന്ന് കരുതിയാണ് പ്രകാശൻ കാത്തിരിക്കുക. പക്ഷേ പുതിയ കടക്കെണിയിൽ പ്രകാശനെ കുടുക്കിയിട്ടുകൊണ്ടാണ് ഓണം കടന്നു പോവുക. പലിശയും കൂട്ടുപലിശയും പെരുകി പെരുകി ശ്വാസം മുട്ടുമ്പോഴും പ്രകാശന് പ്രതീക്ഷിക്കാനാവുന്നു, ഇത്തവണ വിചാരിച്ച പോലായില്ല, വരട്ടെ അടുത്ത തവണ. ആഴ്ചതോറും പല പേരുകളിൽ ഇറങ്ങുന്ന ഭാഗ്യക്കുറികൾ തലയ്ക്ക് പിടിച്ച ദിനേശന്റെ ഏറ്റവും വലിയ സ്വപ്നം ഓണം ബമ്പർ നേടുകയാണ്. ആഴ്ചക്കുറികൾ, ഇടിവെട്ട് ബമ്പറുകൾ, ഒറ്റവാക്കിൽ തലക്കുറി മാറ്റുമെന്ന് അവകാശപ്പെടുന്ന ഓൺലൈൻ ഭാഗ്യജാലങ്ങൾ, ഉദാരമാക്കപ്പെട്ട വായ്പാ മേളകൾ, വമ്പൻ എക്സ്ചേഞ്ച് ഓഫറുകൾ, ഷോപ്പിംഗ് മാമാങ്കങ്ങൾ, ഭാഗ്യാന്വേഷണ ലഹരി, കടബാധ്യതാ ലഹരി, എല്ലാ ഭാഗ്യസ്വപ്ന നാടകരെയും പോലെ ദിനേശനും പ്രലോഭനങ്ങളാൽ തട്ടിയെടുക്കപ്പെട്ടിരിക്കുന്നു. വിസ്മയമേളകളിൽ നിന്നും കഴിയുന്നത്രയും വാങ്ങിക്കൂട്ടുന്ന ദിനേശൻ കടബാധ്യതകൾ സൃഷ്ടിക്കുന്ന സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ മുന്നിൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കും. ഒരുപാട് മോഹഭംഗങ്ങളാൽ വേട്ടയാടപ്പെടുമ്പോഴും ചിട്ടയോടെ ക്യൂ നിൽക്കുന്ന ദിനേശൻ തികച്ചും ശാന്തനായാണ് അപ്പോൾ കാണപ്പെടുക. ഒരുപക്ഷെ ആ നിമിഷങ്ങളെ നഷ്ടസ്വപ്നങ്ങളുടെ സ്ഥാനത്ത് പുതിയ സ്വപ്നങ്ങൾ പ്രതിഷ്ഠിക്കാനായുള്ള ധ്യാനവേളയാക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടാവാം. ഈ ഓണത്തിന് അല്ലെങ്കിൽ അടുത്ത ഓണത്തിനെങ്കിലും ദിനേശൻ ഇടയ്ക്ക് സ്വയം ഓർമ്മപ്പെടുത്തും. മദ്യത്തിനായുള്ള ആ കാത്തുനിൽപ്പ് ക്ഷമ പഠിപ്പിക്കുന്നുണ്ടാവാം, ശുഭാപ്തി വിശ്വാസം വളർത്തുന്നുണ്ടാവാം. കടന്നുപോയ ഓണങ്ങൾ, അവ പകർന്ന മോഹഭംഗങ്ങൾ, ആഘാതങ്ങൾ, വരാനിരിക്കുന്ന ഓണത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, സർക്കാർ വക ഓണഘോഷയാത്ര കാണാൻ പാതയോരങ്ങളിൽ കാത്തുനിൽക്കുന്ന ചിലരിൽ അതെല്ലാം ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. പാതയോരങ്ങളിലെ കാഴ്ചക്കാർ മാത്രമായി ഒതുങ്ങിപ്പോയ ചില മുഖങ്ങളിൽ, ചില കണ്ണുകളിൽ എല്ലാം കാണാനാവും മോഹഭംഗങ്ങളുടെ നിഴൽപ്പാടുകൾ. അതിനൊപ്പം വിദൂരമായ പ്രതീക്ഷയുടെ ഒരു തരി. തിരക്ക് നിയന്ത്രിക്കുന്ന ചില പോലീസുകാരുടെ വിരട്ടലുകളാൽ ഒരിക്കൽ കൂടി വ്യക്തിത്വം നഷ്ടപ്പെട്ട, കാഴ്ചക്കാരായി മാറ്റി നിർത്തപ്പെട്ട ചിലരുടെ ദുർബലമായ നിശ്വാസങ്ങൾ. ഈ ഓണത്തിനായില്ല, പോട്ടെ, എല്ലാം ശരിയാവും അടുത്ത ഓണത്തോടെ.